ഞാൻ ഇതും കൊണ്ട് കേരളത്തിൽ നിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടി. നിങ്ങളെ നാട് കമന്റ് ചെയ്ത് ആ നാട്ടിൽ ഞങ്ങൾ കൊടുത്ത ആളുകൾ ഞങ്ങൾ ഇതേപോലെ പോയി എന്ത് ചെയ്യും കാണും. അങ്ങനെ വണ്ടി തെരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കമ്പനി, നല്ല ഗ്യാരണ്ടി ഒക്കെ തരുന്ന ആളുകളായിട്ട് നോക്കിയെടുത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവാം. പിന്നെ അത് എടുത്ത് പെട്ട് അല്ലെങ്കിൽ അത് കൊടുക്കണം ഇല്ല, അങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഉപയോഗിക്കുന്നുണ്ട്, മോഹവില കിട്ടിയാൽ നമ്മൾ കൊടുക്കും ചെയ്യും. ഇതിൽ നമുക്ക് ചിലപ്പോൾ കമന്റ് വരും, ടയോട്ടന്റെ വണ്ടി ആയിട്ടല്ലേ നിങ്ങൾ കൊടുത്ത വണ്ടിന്റെ മെച്ചല്ലെന്നൊക്കെ പറഞ്ഞ് കമന്റ് വരും. പക്ഷെ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ കൊടുത്ത ഓടി ഉണ്ട്, BM ഉണ്ട്, അഥവാ പ്രീമിയം ബൈക്കിൽ വരെ അവരടുത്തൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. അവരടുത്തൊക്കെ നമുക്ക് പോലെ ധൈര്യം നമുക്കുണ്ട്. ഇന്ന് നമ്മളെ എക്സ്പീരിയൻസ് വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് ഒരു വണ്ടിപ്രാന്തൻ്റെ വീട്ടിലാണ്. ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. നമ്മളെല്ലാവരും അറിയുന്ന ഒരാൾ തന്നെ, നിലമ്പൂർ പൂക്കോട്ടുംപാടത്തിലെ നമ്മളെ യാസർ ഭായിൻ്റെ വീട്ടിലുള്ളത്. നമ്മൾ കൊടുത്ത വാഹനമാണിത്. KL09 AD 9000 അല്ലേ? അസ്സലാമു അലൈക്കും. ഞങ്ങളെ വരവിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാലേ, നമ്മൾ വാഹനങ്ങൾ നമ്മൾ സാധാരണ ഇപ്പം നമ്മളെ ഷോറൂമിൽ, ഏതൊരു ഷോറൂമിലും ആളുകൾ വന്നിട്ടൊരു വാഹനം ഇങ്ങനെ കാണും. അത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും എന്ത് എങ്ങനെയുണ്ട് നമ്മളെ ഷോറൂം എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ നിങ്ങൾ വണ്ടിനെ പറ്റി അഭിപ്രായം പറയാൻ പോലെ എന്താ പറയുക, സ്വാഭാവികമായിട്ട് അപ്പത്താ ഒരു ഇതിൽ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് എല്ലാ ഷോറൂമും. പക്ഷെ അതാണോ എക്സ്പീരിയൻസ്? അതല്ല, നമ്മളിത് വണ്ടി വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് അതും ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു യൂസർ കാർ എടുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു വണ്ടിനെ പറ്റി അറിയുന്ന ഒരാളാണ്. വണ്ടികൾ ഉപയോഗിച്ച് പഴയ മോഡലാവട്ടെ പുതിയ മോഡലാവട്ടെ, അപ്പം നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ ഇനിയൊരു പഴയ വണ്ടി എടുക്കാണ്ടെന്ന് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇനി നമുക്കൊരു പുതിയ വണ്ടി എടുക്കുക, എന്നിട്ട് നിങ്ങൾ HM മോട്ടോഴ്സ് സെലക്ട് ചെയ്തു. അതിനെന്താ കാരണം? മാത്രമല്ല ആ സെലക്ട് ചെയ്തതും ആ ഒരു തെരഞ്ഞെടുത്ത ആ തീരുമാനം അത് നിങ്ങൾക്ക് പാളിയിട്ടുണ്ടോ, അത് ജനങ്ങളൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടൊരു വരവാണ് നമ്മൾ ഉദ്ദേശം. നമ്മൾ ഈ വാഹനം എടുത്തിട്ട് ഒരു 12 മോഡൽ 13 മോഡൽ ആർട്ടിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ പെട്ടിട്ടുണ്ടോ? ഇല്ല, ഞാനിപ്പോഴും, അതായത് മിഞ്ഞാന്ന് ഞാൻ കോഴിക്കോടാണ്. ഞാൻ ഇതും കൊണ്ട് കേരളത്തിൽ നിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടി എൻ്റെ പരിപാടിയായിട്ട്. അതായത് ഒരു 10-22 കിലോമീറ്റർ മൈലേജ്, അതിന് കളില്ല, പിന്നെ ഡീസല്. അപ്പോൾ നമ്മൾ മാത്രമല്ല, ഒരു 5 ആൾക്ക് സുഖമായിട്ട് പതിഞ്ഞിരുന്ന് വേറെ കുലുക്കവും കാര്യങ്ങളും ഇല്ലാത്ത, ഞാൻ മനസ്സിലാക്കുന്നത് ടയോട്ടന്റെ വണ്ടികൾ പ്രത്യേകതയാണ്. മാത്രമല്ല ടയോട്ട ആയതുകൊണ്ടും അതിലപ്പുറം യൂസ്ഡ് കാർ എടുത്തിട്ട് നിങ്ങളൊരു ഫീഡ്ബാക്കാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഞാനിതിന്ന് വണ്ടികൾ എടുക്കണ്ടേ, ഞാൻ വണ്ടി ഭയങ്കര ഇഷ്ടമല്ല. പ്രത്യേകിച്ച് വിന്റേജ് വണ്ടികളാണ് എൻ്റെ അടുത്തുള്ളത്. എൻ്റെ ജീപ്പും എൻ്റെ അംബാസഡറൊക്കെ പറഞ്ഞാൽ ഞാൻ 7-8 കൊല്ലമായിട്ട് ഉപയോഗിക്കണതാണ് ഇപ്പോൾ ഈ അംബാസഡറൊക്കെ. പിന്നെ എൻ്റെ അടുത്ത് ആദ്യം 94 മോഡൽ ജീപ്പായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് പിന്നെ മാറ്റിയിട്ടാണ് പിന്നെ ഞാൻ 75-ന്റെ ഒരു CJ3B എന്ന് പറഞ്ഞാണ്ട് മഹേന്ദ്രൻ്റെ ആദ്യത്തെ ഇന്ത്യയിലെ വണ്ടിയാണ് ആദ്യം മാറ്റി 70കളിൽ. അതെ, അപ്പൊ എന്താ വെച്ചാല് പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ, അതായത് ലോങ് യാത്രകളും നമ്മളെ പ്രോഗ്രാമുകളും ഒക്കെ പോകാനും ഒക്കെ കംഫർട്ട് ആയിട്ടുള്ള വണ്ടി. അത് നമ്മൾ നിങ്ങളുടെ അടുത്ത് എടുത്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കും. ഇതിപ്പോ നമ്മൾ എടുത്തിട്ട് ഏകദേശം 2 വർഷമായി അടുത്ത. അതാണ് യൂസർ കാർ എടുത്താൽ പെടുമോ, അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള യൂസർ കാർ ഷോറൂമൊന്നും എന്തുകൊണ്ട് HM മോട്ടോഴ്സ് അതെ, അന്ന് നിങ്ങൾ നമ്മളോട് പറഞ്ഞ കാര്യം, ഇത് ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ്, ഇത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയ വണ്ടിയാണ് എന്ന് പറഞ്ഞു. ഞാനത് അന്ന് കൊണ്ടുവന്നു വർഷാപ്പാരത്ത് ചെക്ക് ചെയ്യാനുള്ള സമയങ്ങൾ തന്നിരുന്നു. ഞാനത് ചെന്ന് ചെക്ക് ചെയ്തു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഓയിലടി കാര്യങ്ങളൊന്നുമില്ല, ഇന്നുമില്ല. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാല് നമ്മളെ ഓട്ടത്തിനനുസരിച്ചുള്ള ചില സംഗതികളുണ്ട്, അല്ലാതെ ഇല്ല, അതാണ് നമുക്ക് വേണ്ടത്. അതെ, നമ്മളെ ഈ വൈക്ക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല, ഒന്നുമില്ല. എഞ്ചിൻ ഓയിലും കാര്യങ്ങളും ഒന്നും തോന്നി ഇല്ല, അങ്ങനെ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഞാനതാണ് ഇപ്പൊ ഇതിൽ നമുക്ക് എന്താ പറയുക, നമ്മളൊരു ചലഞ്ച് പോലെ നമ്മളെ കസ്റ്റമേഴ്സിനോട് അല്ലെങ്കിൽ നമ്മളെ വ്യൂവേഴ്സിനോട് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങളെ നാട് കമന്റ് ചെയ്ത് ആ നാട്ടിൽ ഞങ്ങൾ കൊടുത്ത ആളുകൾ ഞങ്ങൾ ഇതേപോലെ പോയി എന്ത് ചെയ്യും കാണും. ഇപ്പൊ ഞങ്ങൾ 1-2 ആളുകളെ കണ്ടത് ഇപ്പോൾ ഫസ്റ്റായിട്ട് കുറച്ച് ഫേമസ് ആയ ആളുകൾ പോയി കാണാൻ കാരണം വെച്ചാൽ നിങ്ങളെല്ലാവരും അറിയപ്പെടുന്ന ആളുകൾ പോയി കാണണം, എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ നിർത്തിയിട്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് സാധാരണക്കാരോ ആരാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത ആളുകൾ ആ വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെടുത്ത് നമ്മൾ ഇതേപോലെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ വേറെന്താ ബൈക്ക് പറയാല്ലേ, വേറെന്താ സുഖം. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ വണ്ടികൾ എടുക്കുമ്പോൾ ഏത് ഷോറൂമിലാണെങ്കിലും അവരാദ്യം ഒരു ഗ്യാരണ്ടി തരുമ്പോൾ ആ ഗ്യാരണ്ടി അനുസരിച്ച് നമ്മൾ ചെക്ക് ചെയ്യാം. പിന്നെ നമ്മളെ ഓട്ടത്തിനും നമ്മളെ യൂസിങ്ങിനും നമ്മളെ കൈകാര്യം ചെയ്യലിനും അനുസരിച്ച് പെർഫോമൻസ്. നമ്മൾ പൊളിച്ചടുക്കി പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കമന്റ് വരും, ടയോട്ടന്റെ വണ്ടി ആയിട്ടല്ലേ നിങ്ങൾ കൊടുത്ത വണ്ടിന്റെ മെച്ചല്ലെന്നൊക്കെ പറഞ്ഞ് കമന്റ് വരും. പക്ഷെ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ കൊടുത്ത ഓടി ഉണ്ട്, BM ഉണ്ട്, അഥവാ പ്രീമിയം ബൈക്കിൽ വരെ അവരടുത്തൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ.
അവരടുത്തൊക്കെ നമുക്ക് പോലെ ധൈര്യം നമുക്കുണ്ട്. കാരണം നമ്മൾ കൊടുത്ത വണ്ടികൾ നമ്മൾ ഓരോരുത്തരും ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിക്കൊടുക്കുന്ന ആളുകളുണ്ട്. നല്ല റാഹത്താണ്. പ്രീമിയം എടുക്കാൻ പേടിച്ച കുറേ ആൾക്കാരെ ഞാൻ സജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇത് എടുത്തോളി, ധൈര്യമായിട്ട് എടുത്തോളി, ഉപയോഗിച്ചോളി എന്ന് പറഞ്ഞിട്ട് എടുത്ത് ഇപ്പോഴും സന്തോഷത്തോടെ ഉപയോഗിക്കുന്ന കുറേ ആളുകൾ അടുത്തൊക്കെ നമ്മൾ ചെല്ലുന്നുണ്ട്. നിങ്ങളെ ഈ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുറന്നു പറയാലോ, ഈ വണ്ടിയൊക്കെ ഞാനിപ്പോൾ പല വണ്ടി ഇപ്പോൾ ഇതിന് ഇന്നലെ മിഞ്ഞാന്ന് കൂളുകാർ വന്നിക്കണ്, അത് ആ വണ്ടി ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കച്ചവട ലെവലിൽ കിട്ടിയ ബുദ്ധി അങ്ങനെ, അതായത് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, മോഹവില കിട്ടിയാൽ നമ്മൾ കൊടുക്കും ചെയ്യും. പക്ഷെ ഇതുമൊക്കെ നമ്മൾ ചിന്തിച്ചില്ല. കാരണം എന്താണെന്നറിയോ, ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു അരിപ്രശ്നം കൂടിയാണ്. കാരണം ഇതിന്റെ യാത്രയും കാര്യങ്ങളും പരിപാടിയൊക്കെ പാടായിട്ട് പോകുമ്പോൾ എനിക്കൊരു 10-22 കിലോമീറ്റർ മൈലേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ എക്സ്പെൻസിൽ പോയി വരാൻ കഴിയും. അപ്പോൾ അങ്ങനെ വണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കമ്പനി, നല്ല ഗ്യാരണ്ടി ഒക്കെ തരുന്ന ആളുകളായിട്ട് നോക്കിയെടുത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവാം. പിന്നെ ഏത് വണ്ടിക്കും ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഓയിലും മറ്റുള്ള നോർമൽ സർവീസ് കോസ്റ്റ് പുതിയനും വരും. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നവനെ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അപ്പൊ വണ്ടി മാത്രമല്ല, ഒരു ആടിനെ എടുക്കുകയാണെങ്കിൽ അതിനെ തീറ്റാൻ കഴിയുന്നവനെ അത് എടുത്തിട്ട് കാര്യമുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് സ്വിപ്പാവും. അത് അത്ര ഉള്ളതില്ല. ഓക്കെ, താങ്ക് യു.